ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമ്മൾ സാധാരണ എല്ലാവരും ഒരു ബർത്ത്ഡേ വന്നാൽ ഒരു സ്ഥലത്ത് പോയ ഒരു ഇവന്റിന് പോയാൽ എല്ലാവരും നിരത്തി ഒരു ഫോട്ടോ ഇടും അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഇടും അല്ലേ? അതെന്തിനാ നമ്മൾ അങ്ങനെ ഇടുന്നത്? കുറച്ച് പേര് കാണാം നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഇന്നൊരാളുടെ ബർത്ത്ഡേ ആയിരുന്നു, ഇങ്ങനെ ഒരു കാര്യം എത്തിക്കാൻ വേണ്ടിയല്ല എല്ലാവരും ഫോട്ടോസ് സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ ഇടുന്നത്. ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും വാട്സപ്പിലായാലും ഇടുന്നത്. അത് തന്നെ ഞാനും ചെയ്യുന്നുള്ളൂ. എനിക്ക് കുറച്ചും കൂടെ എനിക്ക് ഫോട്ടോ ഇടുന്നേക്കാളും കുറച്ച് രീതിയിൽ നമ്മൾ പോയ ഒരു കാര്യങ്ങൾ ആ ഫോട്ടോ കാണുമ്പോൾ മെമ്മറീസ് അല്ല, ഞാൻ എടുക്കുന്ന വീഡിയോസ് അത് നല്ല രീതിയിൽ അന്നത്തെ ഡ്രസ്സ് അന്നുണ്ടായിരുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ ആ കാര്യങ്ങളെല്ലാം കൂട്ടി ഇണക്കി ഒരു പാട്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ വോയിസ് ഓവറിൽ അന്ന് നടന്ന കാര്യങ്ങൾ മൊത്തം ഞാനിങ്ങനെ ഫോളോ ചെയ്ത് പറയണം. അത് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ എൻ്റെ ഫാമിലീസ് ഫുള്ളും കാണും, റിലേറ്റീവ്സ് കാണും, ഞാൻ തന്നെ കുറേ വർഷം കഴിഞ്ഞിട്ടായാലും നമ്മൾ അന്നൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തില്ലേ, അപ്പോൾ നമുക്ക് വേഗം വീഡിയോ എടുത്ത് നോക്കാം. സാധാരണ എൻ്റെ ഫോണിൽ ഞാൻ ഗാലറിയിൽ സ്റ്റോറേജ് ഒക്കെ ഫുള്ളായി കഴിഞ്ഞാൽ കുറേ ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ആയാലും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതൊക്കെ പോസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും കാലത്ത് നോക്കണം തോന്നിയാലും എനിക്കതെടുത്ത് കാണാമെന്നുണ്ടായ സംഭവങ്ങളെല്ലാം ഇരുന്ന് കാണാനും എന്താണ് നമുക്ക് കുറച്ചും കൂടെ എനിക്ക് കുറച്ച് മെയിനായിട്ടത് മെമ്മറി ക്രിയേറ്റ് ചെയ്യുക ആ ഒരു മൈൻഡായിരുന്നു എനിക്ക് കൂടുതലായിട്ടുള്ളത്. അല്ലാണ്ട് ഇൻകം എന്ന് പറയാൻ എനിക്ക് പ്രാന്തൊന്നുമില്ല. എനിക്ക് പിന്നെയാണ് എല്ലാവരും ഇങ്ങനെ മോണിറ്റൈസറും പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞ ശേഷം ഞാൻ മോണിറ്റൈസറുടെ കാര്യത്തിൽ കുറച്ച് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അതെനിക്ക് പറ്റുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ടും ഇപ്പോഴും ഞാൻ വീഡിയോസ് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇവന്റിന് പോകുമ്പോൾ ആ ഒരു കാര്യം നമ്മൾ ക്യാച്ച് ചെയ്തിട്ട് ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഓർമ്മയ്ക്കും എല്ലാ കാര്യത്തിനും ഓക്കെ അല്ലേ? അത്ര മാത്രം ഞാൻ വിചാരിച്ചു. ഞാൻ ഇപ്പോൾ ചേട്ടൻ്റെ കൂടെ പോകുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളില്ലാത്ത സമയത്തായാലും എനിക്ക് ആ വീഡിയോ എടുത്ത് കാണാം. എൻ്റെ ഫോണിൽ സ്പേസ് ഒക്കെ ഇല്ലാന്നുണ്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയാലും അല്ലെങ്കിൽ കുറച്ച് വർത്താനം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയാലും എൻ്റെ ഒരു യൂട്യൂബിൽ അതവിടെ കിടക്കുന്നുണ്ട്, എനിക്ക് എടുത്ത് കാണാം. ചിലർ പറഞ്ഞിരിക്കുന്ന പെൻഡ്രൈവിലാക്കി വെച്ചുകൂടെ. ഞാനിപ്പോൾ ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ഇടുന്നുണ്ടെങ്കിൽ ഞാൻ അതിലുള്ള ഫോട്ടോസിലൊക്കെ നോക്കി ഭംഗിയുള്ള ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടും. അങ്ങനെ സ്റ്റാറ്റസ് ഇട്ടാലും എൻ്റെ കോൺടാക്റ്റിലുള്ള ഏകദേശം ഒരു 100 പേര് ഇത് കാണുമായിരിക്കും. ഞാൻ അതേ ഫോട്ടോനെ കുറച്ച് നല്ല രീതിയിൽ എഡിറ്റൊക്കെ ചെയ്തൊരു പാട്ടൊക്കെ വെച്ച് എഫക്റ്റൊക്കെ കയറ്റി ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടാലും ഒരു 400 ഒരു 450 പേര് കാണും. ഓക്കെ, അതേ സാധനം തന്നെ ഞാൻ അത്ര എഡിറ്റൊന്നും ചെയ്യാണ്ട് അല്ലാതെ നല്ല കൂട്ടിച്ചേർത്ത് വെച്ച് വെളുപ്പിക്കോ എഫക്റ്റോ ഒന്നും ചേർക്കാണ്ട് ഒരു പാട്ട് കയറ്റിയിട്ട് ഒരു ഇൻസ്റ്റയിലിട്ട് എങ്ങനെ പോലും ഒരു 1000 പേരുണ്ട് അത് കാണുന്നുണ്ട്. എനിക്കത് മതി. എനിക്ക് എൻ്റെ ലൈഫ് കുറച്ചും കൂടെ വൈഡാക്കണം. ഞാനൊരു ഓപ്പൺ ബുക്കാണ്. എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ എന്തെങ്കിലും വല്ല എൻ്റെ ലൈഫിൽ എന്തുണ്ടെങ്കിലും ഞാനത് ഹൈഡാക്കാണ്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ ഇതുവരെ ആരോടൊന്നും മറച്ച് വെച്ചിട്ടൊന്നും സംസാരിക്കാറൊന്നുമില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വെക്കണം അങ്ങനെയുള്ള കാര്യങ്ങളല്ലാണ്ട് അല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഓപ്പണായിട്ട് പറയും. നമ്മൾ തെറ്റൊന്നും ചെയ്യണില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് എന്ത് കാര്യങ്ങളും ഓപ്പണായിട്ട് ആരോട് വേണമെങ്കിൽ സംസാരിക്കാം. അപ്പോൾ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയും ഇപ്പം നിലവിൽ അങ്ങനെ അത്രയും ഫ്രണ്ട്സുകൾ ഇങ്ങോട്ട് വിളിക്കുക അങ്ങനെ ആരും ഇല്ലെങ്കിലും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ ഫ്രണ്ട്സിനോടും അവരോട് കുറച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ അവരുടെ എല്ലാം സംസാരിക്കും. എനിക്കറിയാം അത് അത്ര ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാമെങ്കിലും ഞാനൊരു തുറന്നൊരു പുസ്തകമാണ്. ആർക്ക് വേണ്ടി എന്നോട് സംസാരിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സംസാരിക്കും. എത്ര പണി കിട്ടിയാലും ബിഗ് ബോസിൽ അനുമോളെ പോലെ തന്നെ ഞാൻ ഇങ്ങനെ കയറി മിണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫും കുറച്ചും കൂടെ വൈഡാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ലൈഫിൽ നടക്കുന്ന കുഞ്ഞു മൊമെൻറ്റ്സ് ഞാൻ മെമ്മറി ചെയ്യണ പോലെ മറ്റുള്ളവർക്ക് എടുത്ത് നോക്കാം. എനിക്ക് അതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മോണിറ്റൈസർ എന്ന് പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞില്ല, എനിക്ക് വലുതായിട്ടൊന്നും അറിയണ്ടായിരുന്നില്ല. 2 വർഷം മുന്നാണ് ഇതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു സംഭവമൊക്കെ കയറി വന്നത്. പിന്നെ നമുക്ക് ഈ ഇൻസ്റ്റയിലൊക്കെ നല്ല നല്ല വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് അതുപോലെ ചെയ്താൽ എന്താ അങ്ങനെ ഒരു മൈൻഡ് കയറി. പിന്നെ അതും യൂട്യൂബിൽ പിന്നെ പൈസ ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലുതായിട്ട് ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും എനിക്കറിയാം നമ്മൾ ഇട്ടാലും നമ്മളത് ഓരോ മാസവും നല്ല രീതിയിൽ കൊണ്ടുപോയാലാണ് ഓരോ മാസത്തിൻ്റെ കിട്ടുക. ചെറിയ എമൗണ്ടൊക്കെ അല്ലെങ്കിൽ എത്ര രൂപ കിട്ടുന്ന ഇപ്പോഴും കൃത്യമായിട്ട് ആരും റിവീൽ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ തന്നെ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കറിയാം ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു 100 പേരായിരിക്കും കണ്ടിട്ടുണ്ടാവുക. മതി, എനിക്ക് അങ്ങനെ കണ്ടാൽ മതി. ഞാൻ എന്നെ ഫോക്കസ് ചെയ്ത് ഞാൻ കുറച്ച് വീഡിയോസ് ഇപ്പോൾ അടുപ്പിച്ചിട്ടാലും നമുക്ക് പൈസ ഉണ്ടാക്കണതിൻ്റെ പിന്നാലെ അങ്ങനെ ആരും വിചാരിക്കരുത്. എനിക്കിത് ഇഷ്ടമാണ്, എനിക്ക് ടൈം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഒട്ടും മടിയില്ലാത്ത സമയത്ത് മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യണതും ഒക്കെ. ഇപ്പോൾ തന്നെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് മുഖം പോലും കഴിയിട്ടില്ല, അങ്ങനെ വന്നിക്കണതാണ്. റിംഗ് ലൈറ്റിൻ്റെ ആണ് ഈ വെളിച്ചം കാര്യങ്ങളൊക്കെ ഇട്ട കൈസ്. അപ്പോൾ അത്രയും ഇതിൽ നിൽക്കണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് വീട്ടിൽ ഇപ്പോൾ ആരുമില്ല, സൈലൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ എടുക്കാം. അപ്പോൾ എന്താണ് എൻ്റെ യൂട്യൂബ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കണേ എന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാക്കി തരണം. ഇത് കാണുന്ന ഒരു 10-100 പേരെങ്കിലും എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് എനിക്കറിയാം. 5K എന്ന് പറഞ്ഞാൽ 5000 പേരിൽ ഒരു 100 പേരെങ്കിലും എൻ്റെ ഈ യൂട്യൂബ് ഞാൻ എന്തിനാണ് കൊണ്ട് നടക്കണേന്ന് അറിയണമല്ലോ. ഞാൻ അതുകൊണ്ട് പൈസ ഉണ്ടാക്കാനായിരുന്നോ അതോ എൻ്റെ മെമ്മറി സ്റ്റോർ ചെയ്യാനാണോ ഒക്കെ കാര്യങ്ങളും എനിക്ക് എത്രത്തോളം ഇൻകം കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പറ്റി പറയാനാണ് ഞാൻ ഈ വീഡിയോ തന്നെ ഇറക്കിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പേരിൽ എനിക്കറിയില്ല എത്ര പേരായിരിക്കും നന്ദുവിൻ്റെ യൂട്യൂബ് ചാനൽ അവളെ വീഡിയോ കണ്ടില്ലേ. ഇപ്പം എന്നെ കമൻറ്റ് അടിക്കുന്ന കുറേ പേരുണ്ടാവും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട്. നിങ്ങൾക്ക് ഒരു നിമിഷം ആലോചിക്കുക,
അത്രയും തൊലിക്കട്ടി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഇടുന്നത്. ആൾക്കാർക്ക് കണ്ണു തുറന്ന് കാണാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ഇടാറുള്ളൂ. കുറേ ആൾക്കാർ മൈക്കിൻ്റെ മുമ്പിൽ കറങ്ങണ ചെയറിൽ ഇരുന്നിട്ട് കുറേ വീഡിയോസിനൊക്കെ ട്രോൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഒന്നും ഞാൻ ചെയ്യില്ല. എൻ്റെ ലൈഫ്, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, എൻ്റെ സന്തോഷങ്ങൾ ഇവിടെയാണ് എന്നറിയിക്കാൻ വേണ്ടി മാത്രം, എൻ്റെ പാഷൻ, എൻ്റെ ഇഷ്ടം, ആ ഒരു കാര്യത്തോട് മാത്രമാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയും ഞാൻ ഇടുന്ന വീഡിയോസ് ഫുള്ളും എൻ്റെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും, എൻ്റെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിനുള്ള വീഡിയോസും പാട്ടിനനുസരിച്ചുള്ള വീഡിയോസ് ആയിരിക്കും എൻ്റെ ഒരു ചാനലിൽ ഉണ്ടാവുക. പിന്നെ എനിക്കൊക്കെ ചെറിയ രീതിയിൽ ഡാൻസ് കളിക്കാനൊക്കെ അറിയാം, വലിയ രീതിയിൽ അറിയില്ല എന്നുണ്ടെങ്കിലും ഇപ്പം ഇത്തിരി വണ്ണൊക്കെ വെച്ചപ്പോൾ കളിക്കുമ്പോൾ തവള ചടണ പോലെ ഉണ്ട്. എനിക്ക് അതിനോ അറിയാം, പക്ഷേ എനിക്കിഷ്ടമാണോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഇതുവരെ ആരും എൻ്റെ മുഖത്ത് നോക്കിയിട്ട് മോശമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങോട്ട് ഇങ്ങനെ മാറിയിട്ട് ക്ലാസ്സിലാണെങ്കിലും പറഞ്ഞിട്ടുണ്ടാവണം. റിലേറ്റീവ്സ് ആയാലും ഫാമിലി ആയാലും നാട്ടുകാരായാലും നന്ദൂൻ്റെ ഡാൻസ് കണ്ടാ നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടാവും. ഇത്രയും തന്നെ പറയുന്ന ആൾക്കാർ നിങ്ങളൊരു ഡാൻസ് കളിച്ച് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യേ. നിങ്ങൾക്ക് ഇതേപോലെ കളിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്. അത് കളിക്കുന്നത് മാത്രമല്ല, ഈ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് മെനക്കെട്ട പരിപാടിയൊക്കെയാണ്. അതും ഡാൻസൊക്കെ പറഞ്ഞാൽ ഞാൻ 7ാം ക്ലാസ്സിൽ അരങ്ങേറ്റം കഴിഞ്ഞ ഒരാളാണ്. ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. ഒരുപാട് പ്രായമായിട്ടൊന്നുമില്ല, ഞാനൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇപ്പോഴും ഡാൻസ് കളിക്കുന്നത്. എൻ്റെ ഡാൻസ് ഒട്ടും ഓക്കെ അല്ലാന്ന് എനിക്കും അറിയാം. പക്ഷെ എന്നെ കുറ്റം പറഞ്ഞ് എന്നെ കളിയാക്കണവർ ഒന്ന് ആലോചിക്കുക. ഞാൻ അത്ര മോശമല്ലാണ്ട് കളിക്കേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ കളിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് എൻ്റെ ഡാൻസിനെ പറ്റി കളിയാക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എൻ്റെ ഇഷ്ടത്തിന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും എനിക്കുണ്ടെന്ന് നല്ല രീതിയിൽ അറിയാം. അവരെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. അവരെന്നോട് ജെന്യുവൻ ആയിട്ടാണ് നന്ദു വീഡിയോസ് കാണുന്നില്ലല്ലോ, വീഡിയോസ് എവിടെ പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ, എന്താ വീഡിയോസ് ഇടാത്തെ, ഡാൻസ് അടിപൊളിയായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ കളിക്കായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്ന ജെന്യുവൻ ആയിട്ട് പറയുന്ന കുറച്ച് പേരുണ്ട്. എന്നാൽ കളിയാക്കി പറയുന്ന കുറച്ച് പേരുണ്ട്. പിന്നെ എൻ്റെ യൂട്യൂബ് എനിക്ക് എൻ്റെ മെമ്മറി സ്റ്റോറേജ് ആണ്. എൻ്റെ USB പോലെയാണ്, എൻ്റെ ഒരു പെൻ ഡ്രൈവ് പോലെയാണ് ഗൈസ്. അപ്പോൾ എല്ലാ ലൈഫും ഞാൻ ഇവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണേ. ഇത് ഞാൻ ആരും ഹറാസ് ചെയ്യാൻ വേണ്ടി കൊണ്ടൊന്നുമല്ല. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറയണം. ഇൻകം അല്ല എൻ്റെ മോട്ടീവ്, എൻ്റെ ലൈഫാണ്, എൻ്റെ ഒരു മെമ്മറിയാണ് എൻ്റെ മോട്ടീവ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും ലോകത്തുനിന്ന് പോണ ആൾക്കാരെ ഗൈസ്. ഞാൻ പോയൊരു ഇവൻറ്റിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് കേച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അന്തുവിൻ്റെ വീഡിയോയിലുണ്ടാവും, അല്ലെങ്കിൽ ഫോട്ടോ വീഡിയോസ് ഒന്നും നോക്കേണ്ട ആവശ്യം, നന്ദുവിൻ്റെ ആ വീഡിയോയിൽ ഉണ്ടാവും ചിലപ്പോൾ, നമുക്ക് നോക്കാം. അല്ലെങ്കിൽ എന്തായിരുന്നു അന്നത്തെ റിസൾട്ട് ഉണ്ടായിരുന്നത്, ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ ഒരു വീഡിയോസ് കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഞാൻ തന്നെ ഇത് എത്രയോ തവണ ഞാൻ മറന്നുപോയ കാര്യങ്ങൾ വരെ എൻ്റെ ആ വീഡിയോസ് എടുത്തിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ കിട്ടും. ഒന്നാലോചിക്കുമ്പോൾ ഇതൊക്കെ തന്നെയല്ല ഒരു ലൈഫ്. ചിലർക്ക് സമയം കാര്യങ്ങളൊക്കെ കിട്ടാത്തതുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്കിത് ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യണതാണ്. എനിക്ക് ഒരുപാട് വലിച്ചു നീട്ടി വഷളാക്കാനും താല്പര്യമില്ല, അതേപോലെ എൻ്റെ നെറ്റ് കളയാനും എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ എൻ്റെ യൂട്യൂബ് ജേർണിയെ പറ്റി നമുക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണമെന്ന് ഞാൻ പറയില്ല, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് പറയാണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ടാണോ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ ഉണ്ട്, ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, വിളിക്കുക, മെസ്സേജ് അയക്കുക ഒക്കെ ചെയ്യുക. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല ഗൈസ്. ബൈ.